കൊല്ലം ശാസ്താംകോട്ടയിൽ അമിതമായി അയൺ ഗുളികകൾ കഴിച്ച കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം. മിലാദെ ഷെരീഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. 6 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ ഇത്തരത്തിൽ ഓരോ കുട്ടികളുടെയും കയ്യിൽ കൊടുത്ത ഗുളികകൾ കഴിച്ചാണ് ചിലർ ഒന്നും അതിലധികം ഒരു ഗുളിക കഴിക്കേണ്ടടുത്ത് 2, 3, 10 ഗുളികകൾ കഴിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. കൃത്യമായി നമുക്ക് അതിൻ്റെ ഒരു അവയർനെസ് അതിൻ്റെ ഇത് കിട്ടിയിട്ടില്ല. ഇപ്പം എലിസ്റ്റർ 4 കുട്ടികളും കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ 2 കുട്ടികളും. കണ്ണൻ നായർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വിതരണം ചെയ്തതാണോ അത് കൂട്ടമായി പോയിരുന്ന് കഴിച്ചു? എങ്ങനെയാണ് ഇത്ര അധികം ഗുളികകൾ ഈ കുട്ടികളുടെ കയ്യിലെത്തിയത്? ആരോഗ്യവകുപ്പ് ഈ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഗുളികകൾ നൽകിയിരുന്നു. സ്കൂളിൽ നിന്ന് അധ്യാപകരാണ് കുട്ടികൾക്ക് ഗുളിക കൈമാറിയത്. ഇത് 1 മാസം തുടർച്ചയായി കഴിക്കേണ്ടതാണ്. അതിൽ ഗുളികകൾ എല്ലാം കൂടി ചേർത്ത് അവർ ഒരു ദിവസം ഒരുമിച്ച് കഴിച്ചു എന്നുള്ളതാണ്. 6 കുട്ടികളാണ് ഈ ഗുളികകൾ ഒരുമിച്ച് കഴിച്ചത്. അതിൽ 6 കുട്ടികളിൽ 4 പേരെ ശാസ്താംകോട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും 2 പേരെ ഞാനിപ്പോൾ നിൽക്കുന്ന കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രക്ഷിതാക്കൾ നമ്മോടൊപ്പം ഉണ്ട്. എന്താ സംഭവിച്ചതെന്ന് പറയുന്നത്? സ്കൂളിൽ നിന്ന് ഹെൽത്തിൽ നിന്നുള്ള അയൺ ഗുളിക കൊടുത്തെന്നാണ് നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം ഞങ്ങൾ 12:30 മണിക്ക് നമ്മളെ വിളിച്ചപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികൾ അവിടെ ഇല്ല, ഹോസ്പിറ്റലാണെന്ന് താലൂക്ക് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ മൊത്തം 6 കുട്ടികൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഡോക്ടർമാർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ 2 കുട്ടികളെ ഞാൻ റെഫർ ചെയ്യുകയാണ്, കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ തിരക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുട്ടി 15 ഗുളിക കഴിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ ഒരു കുട്ടി 5 ഗുളിക കഴിച്ചിട്ടുണ്ട്. ശരി, ഇതാണ് സാഹചര്യം. 1 മാസത്തേക്ക് കഴിക്കാനുള്ള ഗുളികകൾ കുഞ്ഞുങ്ങളുടെ കൈവശം കൊടുത്തതാണ്. അത് മത്സരിച്ച് കഴിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗൗരവതരമായ സാഹചര്യമാണ്.